ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലംബിംഗ് ഇൻസ്ട്രക്ടർ എക്സാമിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താ വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ഫോർ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഏജൻസിയൊക്കെ കൺസ്യൂമർക്ക്, അതായത് ആവശ്യക്കാരന് അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം നല്ല ക്വാളിറ്റിയിലും നല്ല പ്രഷറിലുമൊക്കെ പമ്പുകളുടെ അല്ലെങ്കിൽ പൈപ്പുകളുടെയൊക്കെ സഹായത്തോടു കൂടി എത്തിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളൊരു ടിപ്പിക്കലായിട്ടുള്ളൊരു വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ലേ ഔട്ട് നോക്കുകയാണെങ്കിൽ അതിങ്ങനെയാണ്. ഒരു സോഴ്സ് ഉണ്ടാവും. ആ സോഴ്സിൽ നിന്നുള്ള വെള്ളത്തെ എടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, അതായത് ട്രീറ്റ്മെൻറ്റ്സ് നടത്തുന്നു. ആ ട്രീറ്റ്മെൻറ്റ് നടത്തിയ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ വാട്ടർ സപ്ലൈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇവിടെ വാട്ടർ സോഴ്സസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? പല ടൈപ്പ് വാട്ടർ സോഴ്സസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയായിരിക്കും? ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് ഉണ്ട്, സർഫസ് വാട്ടർ സോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ബൾക്ക് വാട്ടർ പർച്ചേസ് ഉണ്ട്. ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ വെല്ല്, നമ്മുടെ സാധാ കിണറുകൾ അല്ലെങ്കിൽ ഹാൻഡ് പമ്പുകൾ, ട്യൂബ് വെല്ല്, ഇതൊക്കെയാണ് ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി സർഫസ് വാട്ടർ സോഴ്സസ് എന്ന് പറഞ്ഞാലോ റിവർ അല്ലെങ്കിൽ പോണ്ട്, റെയിൻ വാട്ടേഴ്സ്, സ്പ്രിങ്സ്, ഇതൊക്കെയാണ് സർഫസ് വാട്ടർ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ബൾക്ക് വാട്ടർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോ വാട്ടർ എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ട്രീറ്റഡ് വാട്ടർ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. അതിനെയാണ് ബൾക്ക് വാട്ടർ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പം സോഴ്സസ് ഓഫ് വാട്ടറൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. ഇനി നെക്സ്റ്റ് ആണ് ട്രീറ്റ്മെൻറ്റ്. ഈ വാട്ടറിനെ നമ്മൾ പല രീതിയിൽ ട്രീറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ആ വെള്ളത്തിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ടെങ്കിൽ, അപ്പോൾ അതിനെയൊക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ട്രീറ്റ്മെൻറ്റും പല രീതിയിൽ നടത്താം അല്ലേ? പ്രൈമറി സ്ക്രീനിങ് അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ, സെഡിമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അടിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സെഡിമെൻറ്റേഷൻ നടത്തുന്നത്. പിന്നെന്താണ്? ഫിൽട്രേഷൻ, സാൻഡ് അല്ലെങ്കിൽ ഗ്രേവലൊക്കെ ഉപയോഗിച്ച് ആ വെള്ളത്തെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. പിന്നെന്താണ്? ക്ലോറിനേഷൻ അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ. ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസിനെയൊക്കെ അതിൽ നിന്ന് കില്ല് ചെയ്യുക, അതിനാണ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് വാട്ടർ സോഫ്റ്റനിങ് അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ്. അതായത് ഹാർഡ് വാട്ടർ ഒക്കെ ആണെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ് ആക്കുന്നു. അതൊക്കെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു വലിയ സ്റ്റോറേജ് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യും. എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാം? എലിവേറ്റഡ് സ്റ്റോറേജ് ഉണ്ട്, ഗ്രൗണ്ട് സ്റ്റോറേജ് ഉണ്ട്, അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എലിവേറ്റഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു നല്ല എലിവേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻ, അതായത് ഒരു ഹയർ പൊസിഷനിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഗ്രൗണ്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സർഫസിലൊരു സ്റ്റോറേജ് സിസ്റ്റത്തിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻസ്, എന്തെങ്കിലും ഒരു അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ വെള്ളത്തെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പല രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി, അല്ലെങ്കിൽ പമ്പിംഗ് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടി. എങ്ങനെയൊക്കെയാണ്? പൈപ്പുകൾ അല്ലെങ്കിൽ ടാപ്പുകൾ അല്ലെങ്കിൽ വലിയ സപ്ലൈ പമ്പുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വാട്ടറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ഒരു ടിപ്പിക്കൽ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ലേ ഔട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വില്ലേജ് അല്ലെങ്കിൽ ഒരു ടൗണിൻ്റെ സ്റ്റാൻഡേർഡ് വാട്ടർ സപ്ലൈ സിസ്റ്റം എങ്ങനെയാണ്? അവിടെ എങ്ങനെയാണ്? ഒരു വാട്ടർ സോഴ്സ് ഉണ്ടാവും. ആ വാട്ടർ സോഴ്സിൽ നിന്നുള്ള വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ബേസിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? പ്രൈമറി സ്റ്റോറേജിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു പ്രൈമറി ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നു. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വെള്ളത്തെ പമ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പമ്പ്സിലേക്ക് കൊടുക്കുന്നു. അവിടുന്ന് വെള്ളത്തെ നമ്മൾ പമ്പ് ചെയ്യുന്നു. ഈ പമ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പിന്നെ റൈസിങ് മെയിൻ എന്ന് പറഞ്ഞാൽ പമ്പിൽ നിന്ന് സ്റ്റോറേജ് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡെലിവറി ലൈനെയാണ് നമ്മൾ റൈസിങ് മെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പമ്പിംഗ് സിസ്റ്റത്തിൽ നിന്ന് റൈസിങ് മെയിൻ ഉപയോഗിച്ച് ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു സെക്കൻഡറി സ്റ്റോറേജ് ടാങ്കിലേക്ക് അത് ഡയറക്റ്റായിട്ട് വെള്ളത്തെ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിന് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേറെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം അതിനെന്ത് ചെയ്യുന്നു? സെക്കൻഡറി സ്റ്റോറേജ് ടാങ്കിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നു. അവിടുന്ന് എന്ത് ചെയ്യുന്നു? പല ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉപയോഗിച്ച് വെള്ളത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? വാഷിംഗ് ഏരിയാസ് അല്ലെങ്കിൽ ബാത്തിങ് ഗട്ട്, അതായത് വാഷ് ചെയ്യാനുള്ളൊരു ചെറിയൊരു ക്യൂബിക്കിൾ പോലത്തെ ഒരു സ്പേസ്,
കുളിക്കാനും അതുപോലെ തന്നെ തുണി നനയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ വാഷിംഗ് അല്ലെങ്കിൽ ബാത്തിങ് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ സ്റ്റാൻഡ് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഹൗസുകളിലൊക്കെ പൈപ്പിംഗ് സിസ്റ്റം ഒന്നും അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ടാപ്പുകളൊന്നും അവൈലബിൾ അല്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മുടെ സ്റ്റോറേജ് ടാങ്കിനടുത്തായിട്ട് ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ പൈപ്പുകൾ ക്ലസ്റ്ററായിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ഡിസ്ചാർജ് നല്ല കൂടുതൽ പ്രഷറിൽ കൂടുതൽ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്ന സൈസ് പൈപ്പുകളെയാണ് നമ്മൾ സ്റ്റാൻഡ് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് HH പൈപ്പ് ലൈൻസ്. ഹെവി പൈപ്പ് ലൈൻസ് വഴി അല്ലെങ്കിൽ കാറ്റൽ ട്രഫ് എന്നൊക്കെ പറഞ്ഞാൽ പശുക്കൾക്കൊക്കെ അല്ലെങ്കിൽ കന്നുകാലികൾക്കൊക്കെ വെള്ളം കൊടുക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഏരിയകളിലേക്ക് എന്ത് ചെയ്യുന്നു, വെള്ളത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഒരു വില്ലേജ് അല്ലെങ്കിൽ ടൗൺ വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ വാട്ടർ സപ്ലൈ സിസ്റ്റം പറഞ്ഞു. അപ്പോൾ അവിടെ സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് അല്ലേ. ഓപ്പൺ വെല്ലുകൾ അല്ലെങ്കിൽ ട്യൂബ് വെല്ലുകൾ അല്ലെങ്കിൽ ഹാൻഡ് പമ്പ്, പോണ്ട്, ഡാം, എക്സ്റ്റേണൽ പൈപ്പ് സപ്ലൈ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ ലെവൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ ക്ലോറിനേഷൻ, സെഡിമെൻറ്റേഷൻ, സാൻഡ് ഫിൽറ്റേഴ്സ്, ഇതൊക്കെ ഉപയോഗിച്ചാണ് അവിടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇനി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എലിവേറ്റഡ് സർഫസ് റിസർവോയേഴ്സ്, അതായത് എന്ത് ചെയ്യുന്നു, ഒരു ഹൈറ്റിൽ ഒരു 15 മീറ്ററിലും കൂടുതലൊക്കെ ഹൈറ്റിൽ നമ്മൾ ഒരു റിസർവോയർ കൺസ്ട്രക്ട് ചെയ്ത് അവിടെയാണ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എലിവേറ്റഡ് സർഫസ് റിസർവോയേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്രൗണ്ട് സർഫസ് റിസർവോയേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ അല്ലെങ്കിൽ ഒരു പ്ലിന്ത് ലെവലിലൊക്കെ ഉള്ള ഒരു സ്റ്റോറേജ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രൗണ്ട് സർഫസ് റിസർവോയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ മെയിൻ ലൈൻസ് വഴി, അല്ലെങ്കിൽ ആ ഫിഗർ നോക്കിയാൽ കാണാം, നേരെ സ്റ്റോറേജിൽ നിന്ന് ഉള്ളൊരു പൈപ്പ്, അതാണ് മെയിൻ ലൈൻ എന്ന് പറയുന്നത്. അതിന് ബ്രാഞ്ച് ചെയ്ത് പോകുന്ന ലൈനുകളെയാണ് നമ്മൾ സബ് മെയിൻ ലൈൻ എന്ന് പറയുന്നത്. ഈ സബ് മെയിൻ ലൈനിൽ നിന്ന് വീണ്ടും ബ്രാഞ്ച് ചെയ്ത് പോകുന്നതാണ് ബ്രാഞ്ച് പൈപ്പ് ലൈൻസ്. പിന്നെന്താണ്, ഹൗസ് ഹോൾഡ് ലെവൽ ടാപ്പ്, ഹൗസ് ഹോൾഡ് ഓരോ വീടുകളിലേക്കുള്ള ടാപ്പുകൾ. പിന്നെ സ്റ്റാൻഡ് പോസ്റ്റ്, ഒരു ഇൻഡിവിജ്വൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ടാങ്കിനടുത്തായിട്ട് കുറേ ആൾക്കാർക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ പൈപ്പ്, ഒരു വലിയ പൈപ്പ് അല്ലെങ്കിൽ ഒരു മേസണറി സ്ട്രക്ചർ കൊണ്ടൊക്കെ നിർമ്മിക്കുന്ന ഒരു പൈപ്പിനെയാണ് നമ്മൾ സ്റ്റാൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വാഷിംഗ് യൂണിറ്റ്. അപ്പോൾ അങ്ങനെയാണ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് വാട്ടർ സപ്ലൈ സിസ്റ്റം. വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ മെത്തേഡ്സ് മെയിനായിട്ടും 2 മെത്തേഡ്സ് ആണുള്ളത്, കണ്ടിന്യൂസ് സിസ്റ്റവും ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റവും. കണ്ടിന്യൂസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറും നമുക്ക് കൺസ്യൂമർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർക്ക് ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിലും വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ കണ്ടിന്യൂസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഈ കണ്ടിന്യൂസ് സിസ്റ്റത്തിൽ എപ്പോഴും കൺസ്യൂമർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എപ്പോഴും അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല അവിടെ എന്തെങ്കിലും എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ, ലൈക്ക് ഫയർ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫയർ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും കൂടെയുള്ള വെള്ളം അവിടെ അവൈലബിൾ ആയിരിക്കും. എവിടെ? കണ്ടിന്യൂസ് സിസ്റ്റത്തിൽ. ഇവിടെ ഈ കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കണ്ടിന്യൂസ് സിസ്റ്റത്തിൽ വെള്ളം എപ്പോഴും ഫ്രഷ് ആയിരിക്കും. ഓക്കെ, പക്ഷേ എവിടെയെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടായാൽ ഇവിടെ എങ്ങനെയായിരിക്കും? വാട്ടർ ലോസ് കൂടുതലായിരിക്കും. കാരണം എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എവിടെയെങ്കിലും ഒരു ലീക്കേജ് സംഭവിച്ചാൽ അവിടെ വാട്ടർ ലോസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം. ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് അഡിക്വേറ്റ് ആയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അവൈലബിൾ അല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഓക്കെ, ആവശ്യത്തിനുള്ള വെള്ളം അവൈലബിൾ അല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ വാട്ടർ കിട്ടേണ്ട ആ ഹോൾ കമ്മ്യൂണിറ്റിയെ നമ്മൾ കുറച്ച് സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യും. പല സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ സോണിലും ഓരോ സമയത്തെ നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കും. അതായത് ഇപ്പം ABC നമ്മൾ 3 സോണായിട്ട് തിരിച്ചെങ്കിൽ എയിൽ നമ്മൾ രാവിലെ ഒരു 9 മണിക്ക് വെള്ളം എത്തിച്ചു കൊടുക്കും, ബിയിൽ ഒരു ഉച്ചയ്ക്ക് 1 മണിക്കായിരിക്കും വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്, സിയിൽ വൈകുന്നേരം 4 മണിക്ക് വെള്ളം എത്തിച്ചു കൊടുക്കും. അപ്പോൾ പല സമയത്ത് ഓരോ സോണുകളിൽ നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കും. അതിനെയാണ് നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ കൺസ്യൂമർക്ക് വെള്ളം കിട്ടുന്നത്? ഒരു സെർട്ടൈൻ ഇൻ്റർവെൽസിലാണ് വെള്ളം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്.
നെക്സ്റ്റ് ഇനി നമുക്കൊരു ടൗണിലേക്കുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം ട്രീറ്റഡ് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നെറ്റ്വർക്ക് സിസ്റ്റം അല്ലേ, പൈപ്പുകളുടെ അല്ലെങ്കിൽ പമ്പുകളുടെ, അതുപോലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസിൻ്റെയൊക്കെ ഒരു നെറ്റ്വർക്കോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റഡ് വാട്ടറിനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് എപ്പോഴും അത്യാവശ്യം എന്ന് പറയുന്നത് ഓരോ പോയിന്റിലുമുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ പ്രഷറാണ്. ഓക്കെ, ഇനി നമുക്കറിയാം സോഴ്സിൽ നിന്നാണ് നമ്മൾ വെള്ളത്തെ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സോഴ്സിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വെള്ളത്തെ പമ്പ് ചെയ്യുന്നത്? അതിന് പല മെത്തേഡ്സ് ഉണ്ട്. ആ സോഴ്സ് എവിടെയാണ്, സോഴ്സ് ഗ്രൗണ്ട് സോഴ്സ് ആണോ അല്ലെങ്കിൽ ഒരു എലിവേറ്റഡ് സോഴ്സ് ആണോ, അതല്ലെങ്കിൽ എങ്ങനെയാണ് വാട്ടർ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ളതിനെ ബേസ് ചെയ്ത്, അതുപോലെ തന്നെ ആ ഏരിയയുടെ ടോപ്പോഗ്രഫിയെ ബേസ് ചെയ്തിട്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ള കണ്ടീഷൻസൊക്കെ അനുസരിച്ച് എങ്ങനെയാണ് വാട്ടർ ആ സോഴ്സിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അത് 3 രീതിയിലാണ് എത്തുന്നത്. ഒന്നെങ്കിൽ ഒരു ഗ്രാവിറ്റി സിസ്റ്റം വഴി, അല്ലെങ്കിൽ ഒരു പമ്പിംഗ് സിസ്റ്റം വഴി, അതല്ലെങ്കിൽ കമ്പൈൻഡ് ഗ്രാവിറ്റി ആൻഡ് പമ്പിംഗ് സിസ്റ്റം വഴി. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ഗ്രാവിറ്റി സിസ്റ്റം. ഗ്രാവിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് കമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ വെള്ളം വേണ്ട ആ കൺസ്യൂമേഴ്സ് ഉള്ള ആ ഏരിയയെക്കാളും ഹയർ ലെവലിലാണ് നമ്മുടെ റിസർവോയർ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. വാട്ടറിനെ നമ്മൾ എടുക്കുന്ന ആ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടാർഗറ്റ് കമ്മ്യൂണിറ്റിയെക്കാളും ഒരു ഹയർ എലിവേഷനിലാണെങ്കിൽ അവിടെ എങ്ങനെയാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത്, ഗ്രാവിറ്റി ഫ്ലോയുടെ ഹെൽപ്പോട് കൂടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഗ്രാവിറ്റി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഈ മെത്തേഡ് എപ്പോഴും സ്യൂട്ടബിൾ ആവുന്നത് നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടർ, അതായത് റിവർ അല്ലെങ്കിൽ നമ്മുടെ റിസർവോയറൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ടാർഗറ്റ് കമ്മ്യൂണിറ്റിയെക്കാളും ഒരു ഹയർ ഹൈറ്റിലാണെങ്കിലാണ് നമുക്ക് ഈ ഗ്രാവിറ്റി സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഇങ്ങനെ ഗ്രാവിറ്റി ഫ്ലോ കാരണം അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടിയാണ് വെള്ളം ഒഴുകി എത്തുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്, വാട്ടർ പമ്പ് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ പമ്പിംഗ് സിസ്റ്റത്തിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ കാണാം അല്ലേ, ഒരു വാട്ടർ റിസർവോയർ ഒരു ഹയർ ഗ്രൗണ്ടിൽ അല്ലേ, നമ്മുടെ ടാർഗറ്റ് കമ്മ്യൂണിറ്റിയെക്കാളും ഒരു ഹയർ പ്ലേസിലാണ് നമ്മുടെ റിസർവോയർ ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് വെള്ളം ആ ടൗണിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി തന്നെ ഒഴുകി എത്തുകയാണ്. ഇനി ഈ ഗ്രാവിറ്റി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരു എക്സ്റ്റേണൽ ആയിട്ട് എനർജി ഒന്നും ആവശ്യമില്ല അല്ലേ, വാട്ടറിനെ കൺവേ ചെയ്യാൻ അല്ലെങ്കിൽ വാട്ടറിനെ നമുക്ക് ടൗണിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർഡ് ടാർഗറ്റ് കമ്മ്യൂണിറ്റിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു എനർജിയുടെ ഒന്നും ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ഇവിടെ പമ്പുകളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇതാണ് ഗ്രാവിറ്റി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ്, ഒരു ഹയർ എലിവേഷനിലാണ് നമ്മുടെ റിസർവോറെങ്കിൽ ആണെങ്കിലാണ് നമുക്ക് ഗ്രാവിറ്റി ഫ്ലോ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ടെറൈൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ എന്താണ്, ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, ലീക്കേജ് ഒക്കെ സംഭവിച്ചാൽ ഒരുപാട് വെള്ളം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെ ഗ്രാവിറ്റി ഫ്ലോ കൊണ്ട് വെള്ളം പോകുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഗ്രാവിറ്റി ഫ്ലോ കൊണ്ട് വാട്ടറിനെ നമ്മൾ കൺവേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പൈപ്പ് ലൈനിൽ പ്രഷറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രഷറിനെ റെഡ്യൂസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ബ്രേക്ക് പ്രഷർ ടാങ്ക്സ് ഒക്കെ എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ഗ്രാവിറ്റി മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്തതാണ് പമ്പിംഗ് സിസ്റ്റം. പമ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് വാട്ടർ സപ്ലൈ ചെയ്യുന്നത്, കൺസ്യൂമേഴ്സിലേക്ക് വാട്ടറിനെ എത്തിച്ചു കൊടുക്കുന്നത് പമ്പുകളുടെ ഹെൽപ്പോട് കൂടിയാണ്. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണ്, കുറേ പമ്പ് സിസ്റ്റംസ് കാണും, നമ്മുടെ വാട്ടർ എത്തിച്ചു കൊടുക്കാനുള്ള പമ്പ് സിസ്റ്റം കാണും. അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ ഫയർ ഹസാർഡ്സ് ഒക്കെ വന്നാൽ അതിനുവേണ്ടി എക്സ്ട്രാ പമ്പ്സുകളും ഇവിടെ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ മെത്തേഡ് കൂടുതലും സ്യൂട്ടബിൾ ആവുന്നത് നമ്മുടെ ടാർഗറ്റ് കമ്മ്യൂണിറ്റിയെക്കാളും ലോവർ എലിവേഷനിലാണ് നമ്മുടെ വാട്ടർ സോഴ്സ് എങ്കിൽ അങ്ങനെ ഒരു കേസിലാണ് നമ്മൾ സാധാരണയായിട്ട് പമ്പിംഗ് സിസ്റ്റം കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, പമ്പിംഗ് സിസ്റ്റം നമുക്ക് എന്താണ് ഇലക്ട്രിസിറ്റിയുടെയൊക്കെ അല്ലെങ്കിൽ മെക്കാനിക്കൽ മീൻസ് ഒക്കെ വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്,
ഒരു ലോങ് ടേം യൂസിന് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ നമ്മുടെ പവർ ഫെയിലിയർ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റം എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യുകയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കേസൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രിക് പമ്പ്സിൻ്റെ കൂടെ തന്നെ ഡീസൽ പമ്പ്സും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പം പവർ ഫെയിലിയർ വന്നാലും ഈ ഡീസൽ പമ്പ്സിൻ്റെ ഹെൽപ്പോട് കൂടി വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റണം. ഓക്കെ. അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഗ്രാവിറ്റി സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു പ്രഷറൊക്കെ നമ്മുടെ പൈപ്പ് ലൈനിൽ പ്രഷറൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത പറഞ്ഞു. പക്ഷേ പമ്പിങ് സിസ്റ്റത്തിലാണെങ്കിൽ അങ്ങനെ പ്രഷർ മെയിൻറ്റെയിനിങ് പ്രോബ്ലം ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയാണ് പമ്പിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സമയത്ത് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, വാട്ടറിനെ സപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലീക്കേജ് ഒക്കെ സംഭവിച്ചിട്ടുള്ള വാട്ടർ ലോസ് കുറവായിരിക്കും. ഇതാണ് ഈ പമ്പിങ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പവർ ഫെയിലിയർ ഒക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യില്ല, ഈ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ്, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അതുപോലെ ഇതിൻ്റെ ഓപ്പറേഷൻസിനൊക്കെ ഒരുപാട് പൈസ ചിലവാകും. പിന്നെ ഈ പമ്പിങ് അവേഴ്സിൽ എന്തെങ്കിലും ലീക്കേജ് ഒക്കെ സംഭവിച്ച് വാട്ടർ ഇൻഫ്ലോ ഉണ്ടാകുകയാണെങ്കിൽ, എന്തെങ്കിലും ലീക്കേജ് ഒക്കെ സംഭവിച്ച് വെള്ളം പുറത്തേക്കോ അകത്തോട്ടോ ഒക്കെ ഒഴുകുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ വെള്ളത്തിന് കണ്ടാമിനേഷൻ, അതായത് ഈ വെള്ളം ചീത്തയാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് പമ്പിങ് സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു പമ്പിങ് സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കണ്ടോ, അവിടെ വാട്ടർ സോഴ്സ് നമ്മുടെ എന്താണ് ടാർഗറ്റ് കമ്മ്യൂണിറ്റിയുടെക്കാളും താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇൻടേക്ക് പമ്പ്സിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി വെള്ളത്തെ എടുത്ത് പമ്പ് ഹൗസിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, വേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാവിറ്റി ആൻഡ് പമ്പിങ് സിസ്റ്റം, അല്ലെങ്കിൽ അതിനെ ഡ്യുവൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. പേര് പോലെ തന്നെയാണല്ലേ. ഇവിടെ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്, ഈ സിസ്റ്റത്തിൽ വെള്ളം കൺസ്യൂമറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഗ്രാവിറ്റിയുടെയും അതുപോലെ തന്നെ പമ്പിങ് സിസ്റ്റത്തിൻ്റെയും ഹെൽപ്പോട് കൂടിയായിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് നമ്മൾ വെള്ളം കൺസ്യൂമറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് ഡ്യുവൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള വാട്ടറിനെ എന്ത് ചെയ്യുന്നു, ഒരു എലിവേറ്റഡ് റിസർവോയറിലേക്ക്, ഒരു എലിവേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിലേക്ക് പമ്പ് ചെയ്യുന്നു. നമ്മുടെ ട്രീറ്റഡ് വാട്ടറിനെ ഒരു പമ്പിങ് ഹൗസ് കൊണ്ട് അല്ലെങ്കിൽ പമ്പിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരു എലിവേറ്റഡ് റിസർവോയറിലേക്ക് പമ്പ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഗ്രാവിറ്റിയുടെ ആക്ഷൻ വഴി കൺസ്യൂമേഴ്സിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഈ പമ്പ് ഹൗസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ റിസർവോയറിൽ നിന്ന് ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി, അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളം കൺസ്യൂമറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് എക്കണോമിക്കലായിട്ടും എഫിഷ്യൻ്റായിട്ടും റിലയബിൾ ആയിട്ടുമുള്ളൊരു സിസ്റ്റമാണ്. ഏറ്റവും എക്കണോമിക്കൽ ആൻഡ് എഫിഷ്യൻ്റ് ആൻഡ് റിലയബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ ഡ്യുവൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ഒരു നമ്മുടെ ഡ്യുവൽ സിസ്റ്റത്തിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു, വാട്ടറിനെ എന്ത് ചെയ്യുന്നു, പമ്പ് ചെയ്ത് സർവീസ് റിസർവോയറിൽ എത്തിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഗ്രാവിറ്റി ഫ്ലോ വഴി നമ്മൾ ടൗണിലേക്ക് കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് ആണ് ലേ ഔട്ട്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ലേ ഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു പൈപ്പ് നെറ്റ്വർക്ക്സ് ഒക്കെ ഉപയോഗിച്ചാണ് അല്ലേ. അപ്പോൾ ആ പൈപ്പ് നെറ്റ്വർക്കിനെ എങ്ങനെയാണ് നമ്മൾ ലേ ചെയ്യുന്നത്, അതിനാണ് ലേ ഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ പൈപ്പുകൾ കൊടുക്കുന്ന എവിടെ കൂടാണ്, റോഡിൻ്റെയൊക്കെ അടിയിൽ കൂടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ പൈപ്പ് നെറ്റ്വർക്കിൻ്റെ ലേ ഔട്ടും റോഡിൻ്റെ ആ ലേ ഔട്ട് പോലൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ. ആ ഒരു ഏരിയയൊക്കെ അനുസരിച്ച് നമ്മൾ മെയിൻലി 4 ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണ് പറയുന്നത്, അല്ലെങ്കിൽ 4 ടൈപ്പ് ഓഫ് പൈപ്പ് ലേ ഔട്ടാണ് പറയുന്നത്. ഒന്ന് ഡെഡ് എൻഡ് സിസ്റ്റം, 2 റേഡിയൽ സിസ്റ്റം, 3rd വൺ ഈസ് ഗ്രിഡ് അയൺ സിസ്റ്റം ആൻഡ് 4th വൺ ഈസ് റിംഗ് സിസ്റ്റം. ഏരിയ അനുസരിച്ച് ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ലേ ഔട്ട് അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ലേ ഔട്ടുകളുടെ കോമ്പിനേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പൈപ്പ് നെറ്റ്വർക്ക് കൊടുക്കാൻ പറ്റും. ഇതിൽ ഓരോന്നും നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡെഡ് എൻഡ് സിസ്റ്റം. ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു പേരാണ് ട്രീ സിസ്റ്റം. അപ്പോൾ ട്രീ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു മരം പോലെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അല്ലേ.
ഇതിൽ ഒരു മെയിൻ പൈപ്പ് കാണും. ആദ്യം ഒരു മെയിൻ പൈപ്പ് കാണും. ഈ മെയിൻ പൈപ്പിൽ നിന്നും കുറേ സബ് മെയിൻസ് ഒറിജിനേറ്റ് ചെയ്യും. ഈ മെയിൻ പൈപ്പിൽ നിന്നും കുറേ സബ് മെയിൻസ് ഒറിജിനേറ്റ് ചെയ്യും. ഈ സബ് മെയിൻസിൽ നിന്ന് വീണ്ടും എന്തുണ്ടാവും? കുറേ ബ്രാഞ്ച് പൈപ്പ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ബ്രാഞ്ച് പൈപ്പ്സിനെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽസ്. ഇപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ കാണാം, ഒരു മെയിൻ പൈപ്പുണ്ട്. ആ മെയിൻ പൈപ്പിൽ നിന്ന് കുറേ സബ് മെയിൻസ് പോയിട്ടുണ്ട്. ആ സബ് മെയിൻസിൽ നിന്ന് വീണ്ടും എന്തുണ്ട്? ബ്രാഞ്ച് പൈപ്പ്സ് പോയിട്ടുണ്ട്. ഈ ബ്രാഞ്ച് പൈപ്പ്സ് പോയി എൻഡ് ചെയ്യുന്നത് നമ്മുടെ എന്താണ്? ഹൗസ് കണക്ഷൻസിലായിരിക്കും. അതായത് ഈ ബ്രാഞ്ച് പൈപ്പ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ വീടുകളിലേക്കുള്ള കണക്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സിസ്റ്റത്തെയാണ് നമ്മൾ ഡെഡ് എൻഡ് സിസ്റ്റം അല്ലെങ്കിൽ ട്രീ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഓൾഡ് സിറ്റീസിലാണ്. അതായത് ഒരുപാട് ഡെവലപ്മെൻ്റ് ഒന്നും സംഭവിക്കാത്ത ഓൾഡ് ടൈപ്പ് ഓഫ് സിറ്റീസിലാണ് ഡെഡ് എൻഡ് സിസ്റ്റം കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ ചീപ്പും അതുപോലെ തന്നെ സിമ്പിളുമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വാട്ടർ ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇവിടുത്തെ വാട്ടർ കൺവെയൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലാണ്. അതായത് ഒരിടത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ പോയി നമ്മുടെ എവിടെയാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെ എത്തുന്നു. അപ്പോൾ എന്താണ്? ഒരു പോയിന്റിൽ നമുക്ക് വെള്ളം കൊടുക്കേണ്ട ഒരു പോയിന്റിൽ വെള്ളം ഒരു ഡയറക്ഷനിൽ കൂടെ മാത്രമേ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തടസ്സം, ആ ഒരു പാത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ ആ ഹോൾ ഏരിയയിൽ വെള്ളം ലഭിക്കുന്നത് തടസ്സപ്പെടും. ഓക്കെ, ഇനി ഈ സിസ്റ്റത്തിന് ഒരുപാട് ഡെഡ് എൻഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വാട്ടറിൻ്റെ ഫ്രീ സർക്കുലേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്? വെള്ളം പെട്ടെന്ന് കണ്ടാമിനേറ്റ് ചെയ്യാൻ, അതായത് വെള്ളം പെട്ടെന്ന് കേടാവാനൊക്കെയുള്ള സാധ്യത ഈ ഡെഡ് എൻഡ് സിസ്റ്റത്തിൽ കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ അകത്തെ ഡിസ്ചാർജിനെ നമുക്ക് എന്തെങ്കിലും ഫയർ ബ്രേക്ക് ഔട്ടൊക്കെ വന്നാൽ ഇതിൻ്റെ അകത്തെ ഡിസ്ചാർജിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എങ്ങനെയാണോ അത് സാധാരണയായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഡിസ്ചാർജ് കൂട്ടി കൊടുക്കാനൊന്നും നമുക്ക് ഡെഡ് എൻഡ് സിസ്റ്റത്തിൽ പറ്റത്തില്ല. ഇനി ഡെഡ് എൻഡ് മെയിൻസ് ഒരു 1000 ഫീറ്റിനേക്കാളും ഒക്കെ കൂടുതൽ ലെങ്ത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ ഈ മെയിൻ പൈപ്പ്സിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 6 ഇഞ്ചിലും കൂടുതലായിരിക്കണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ഡെഡ് എൻഡ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇത് റിലേറ്റീവ്ലി ചീപ്പറായിട്ടുള്ളൊരു സിസ്റ്റമാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനും അതുപോലെ കാൽക്കുലേഷനും ഒക്കെ വളരെ ഈസിയാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ എന്താണ്? വാൽവുകൾ വളരെ കുറച്ച് മതി. അതുകൊണ്ട് തന്നെ എന്താണ്? ഡിസ്ചാർജും പ്രഷറും ഒക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞല്ലേ, ഒരു സിംഗിൾ പൈപ്പ് ലൈൻ ഒരു റീജിയന് വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലോ എങ്ങനെയാണ്? യൂണി ഡയറക്ഷനിലുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം സംഭവിച്ചാൽ എന്ത് ചെയ്യും? ആ ലാർജ് ഏരിയയിലേക്കുള്ള വാട്ടർ സപ്ലൈ കട്ടാവും. ഇനി ഇവിടെ ഒരുപാട് ഡെഡ് എൻഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ വാട്ടറിൻ്റെ കണ്ടാമിനേഷനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇവിടെ വാട്ടർ ഡിസ്ചാർജ് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡെഡ് എൻഡ് സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്രിഡ് അയൺ സിസ്റ്റം. ഗ്രിഡ് അയൺ സിസ്റ്റത്തിൻ്റെ വേറെ 2 പേരുകളാണ് റെറ്റിക്കുലാർ സിസ്റ്റം അല്ലെങ്കിൽ ഇൻ്റർലേസ്ഡ് സിസ്റ്റം. ഇവിടെ എന്ന് പറഞ്ഞാലും എങ്ങനെയാണ്? ഒരു മെയിൻ പൈപ്പ് ഉണ്ടാവും. ആ മെയിൻ പൈപ്പിൽ നിന്നും സബ് മെയിൻസും ബ്രാഞ്ചസും ഉണ്ടായിരിക്കും. ഈ മെയിൻ പൈപ്പ് സെൻട്രൽ കൂടെ പോവുകയും ഈ ബ്രാഞ്ചസും ലാറ്ററൽസും അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബ്രാഞ്ചസും ലാറ്ററൽസും മെയിൻ പൈപ്പ്സും എല്ലാം ഒരു ഗ്രിഡ് പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. അതായത് എല്ലാം തമ്മിൽ എന്താണ്? ഇൻ്റർ കണക്റ്റഡ് ആണ്. ആ ഫിഗർ നോക്കിയാൽ കാണാം അല്ലേ, ഒരു നടുക്കൂടെ ഒരു മെയിൻ പൈപ്പ് പോകുന്നുണ്ട്. ആ മെയിൻ പൈപ്പിൽ നിന്ന് സബ് മെയിൻസും ബ്രാഞ്ചസും പോകുന്നു. അതൊരു ഗ്രിഡ് ഷേപ്പിൽ അല്ലെങ്കിൽ അതെല്ലാം തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഗ്രിഡ് അയൺ സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മെയിനും ബ്രാഞ്ചസും ലാറ്ററൽസും എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലൊക്കേഷനിൽ വാട്ടർ എത്തിക്കണമെങ്കിൽ അത് ഒരേ ഡയറക്ഷനിലല്ലാണ്ട് പല റൂട്ടുകളിലൂടെ നമുക്ക് വാട്ടറിനെ എത്തിക്കാൻ പറ്റും. അതായത് ഇവിടെ കൺവെയൻസ് യൂണി ഡയറക്ഷണൽ അല്ല. ഓക്കെ, ഇനി നമ്മൾ ഡെഡ് എൻഡ് സിസ്റ്റം പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ എന്തെങ്കിലും ഒരു ഫയർ എമർജൻസി ഒക്കെ വന്നാൽ ഡിസ്ചാർജ്
കൂടുതൽ കൊടുക്കാൻ സാധിക്കില്ലെന്ന്. പക്ഷേ ഈ ഗ്രിഡ് അയൺ സിസ്റ്റത്തിലൊക്കെ ആകുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഡയറക്ഷനിലോട്ടുള്ള കട്ട് ഓഫ് വാൽവുകൾക്ക് ക്ലോസ് ചെയ്തുകൊണ്ട് എവിടെയാണോ ഫയർ ഉള്ളത് അല്ലെങ്കിൽ ആ അഫക്റ്റഡ് ഏരിയയിലേക്ക് കൂടുതൽ വാട്ടർ ഡൈവേർട്ട് ചെയ്ത് എത്തിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഡെഡ് എൻഡ്സ് കുറവായതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടാമിനേഷനുള്ള സാധ്യത കുറവാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഡിസൈൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താണ്, പല ഡയറക്ഷനിൽ നിന്ന് വാട്ടർ എത്തുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിസൈൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ ഇവിടുത്തെ പൈപ്പിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വാൽവ്സിൻ്റെയും ആവശ്യം ഉണ്ട്. ഇത് കൂടുതലും നമ്മൾ കൊടുക്കുന്നത് പ്ലാൻഡ് സിറ്റികളിൽ അല്ലെങ്കിൽ റോഡും സ്ട്രീറ്റും ഒക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഗ്രിഡ് പാറ്റേൺസിൽ റോഡുകളൊക്കെ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലും ഈ ഗ്രിഡ് അയൺ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാൻഡ് സിറ്റീസിലാണ് നമ്മൾ ഗ്രിഡ് അയൺ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡെഡ് ആൻഡ് റൂട്ട്സ് കുറവായതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇവിടുത്തെ റിപ്പയർ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെ നടക്കുമ്പോൾ ഒരു ചെറിയ റീജിയൻ മാത്രമേ അഫക്റ്റഡ് ആവുള്ളൂ. കാരണം എന്താണ്, വാട്ടർ പല റൂട്ട്സിൽ കൂടെ ഇവിടെ പോകുന്നുണ്ടല്ലേ. അപ്പം ഏതെങ്കിലും ഒരു റീജിയനിൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വർക്ക് വന്നാലും എല്ലാ റീജിയണിനെയും അത് അഫക്റ്റ് ചെയ്യത്തില്ല. പിന്നെ എന്തെങ്കിലും ഫയർ എമർജൻസി ഒക്കെ വന്നാൽ അതിനാവശ്യമായ വെള്ളം എത്തിച്ചു കൊടുക്കാൻ ഈ സിസ്റ്റത്തിന് സാധിക്കും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കട്ട് ഓഫ് വാൽവ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ പൈപ്പുകൾ, ലോങ്ങർ പൈപ്പ്സും ലാർജർ ഡയമീറ്ററുള്ള പൈപ്പ്സും ഇവിടെ ആവശ്യമാണ്. ഇവിടെ ഡിസ്ചാർജ്, പ്രഷർ, വെലോസിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ ബാക്കി സിസ്റ്റത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. പിന്നെന്താണ്, ഇത് ലെസ് എക്കണോമിക്കലാണ്. ഇതൊക്കെയാണ് ഗ്രിഡ് അയൺ സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സർക്കുലാർ ഓർ റിംഗ് സിസ്റ്റം. സർക്കുലാർ അല്ലെങ്കിൽ റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ സപ്ലൈ മെയിൻസ് എങ്ങനെയാണ്, ഡിസ്ട്രിബ്യൂഷൻ ഏരിയയ്ക്ക് ചുറ്റും ഒരു റിംഗ് പോലെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സപ്ലൈ മെയിൻസ് ഫോം എ റിംഗ് അറൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഇവിടെ ബ്രാഞ്ചസ് എല്ലാം എങ്ങനെയാണ്, ക്രോസ് വൈസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ അത് മെയിൻസുമായിട്ടും എങ്ങനെയാണ്, ഒരു ക്രോസ് വൈസിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ ഫിഗർ നോക്കിയാൽ കാണാം അല്ലേ. ഇനി ഈ സിസ്റ്റം കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് വെൽ പ്ലാൻഡ് സ്ട്രീറ്റ്സും വെൽ പ്ലാൻഡ് റോഡ്സുമുള്ള ടൈപ്പ് ഓഫ് ടൗണുകളിലാണ് നമ്മൾ കൂടുതലും സർക്കുലാർ അല്ലെങ്കിൽ റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റേഡിയൽ സിസ്റ്റം. റേഡിയൽ സിസ്റ്റത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫുൾ സിറ്റീനെ കുറേ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ പാർട്ടിൻ്റെയും സെൻട്രലായിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ പ്രൊവൈഡ് ചെയ്യും. ഈ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ് അത് കൊടുക്കുന്നത്, ഈ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിൽ നിന്ന് റേഡിയൽ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, ആ പാർട്സിൻ്റെ സിറ്റിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പാർട്സ് ഉണ്ടല്ലോ, ആ പാർട്സിൻ്റെ പെരിഫറി അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറിയിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്സിനെ ലേ ചെയ്യുന്നു. അപ്പോൾ ആ ഫിഗർ നോക്കിയാൽ കാണാം അല്ലേ, സെൻറ്ററിലൊരു റിസർവോയർ ഉണ്ട്. ആ റിസർവോയറിൽ നിന്ന് ആ പെരിഫറിയിലേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിൽ പൈപ്പ് ലൈൻസിനെ റേഡിയലായിട്ട് നമ്മൾ ലേ ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ റേഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് റേഡിയൽ റോഡ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ട് റേഡിയൽ റോഡ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ റേഡിയൽ സിസ്റ്റം കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ പൈപ്പ് സൈസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല ക്വിക്ക് സർവീസ്, അതായത് പെട്ടെന്ന് വെള്ളം എത്തിച്ചൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ ഈ റേഡിയൽ സിസ്റ്റത്തിന് സാധിക്കും. അപ്പോൾ അതാണ് റേഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ലേഔട്ട്സിൻ്റെ ടൈപ്സ്. ഓക്കെ, താങ്ക് യു.